അപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ടല്ലേ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഹോം റെമഡി ആയിട്ടാണ് വന്നത്. ഹോം റെമഡി എന്നല്ല, എന്താ പറയുക, ചെറിയൊരു ഹെയർ കെയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെന്താണെന്നറിയോ എൻ്റെ കയ്യിലിരിക്കുന്നത്? ഇതാണ് റോസ്മേരി കേട്ടോ. റോസ്മേരി ഡ്രൈ ചെയ്തിട്ടുള്ള എന്താ പറയുക, അതിൻ്റെ ഇലകളാണിത്. അത് ഉണങ്ങി അതിൻ്റെ ഇലകളാട്ടോ. ഇതിങ്ങനെ ഇവിടെ ഇവയിലിങ്ങനെ വാങ്ങാൻ കിട്ടും. ഇത് നാട്ടിലും അവൈലബിൾ ഒക്കെയാണ്. അപ്പോൾ അപ്പോഴാണ് ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് ഓർത്തേ. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നപ്പോൾ ഇത് സ്മെല്ല് ചെയ്തിട്ട് വാങ്ങിയതിനൊരു നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഞാനൊരു കാര്യം ഓർത്തേ. ഇത് പണ്ടൊക്കെ ഇതിൻ്റെ ഒരു ഉപയോഗം കേട്ടിട്ടുള്ളത് ഈ ഫുഡ് ഉണ്ടാക്കുമ്പോഴാണ്. പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കുന്ന ഒരു ഒരു മസാല, ഒരു മണത്തിന് വേണ്ടി ചേർക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ചില ഡെസേർട്ടിലൊക്കെ ചേർക്കും തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഒരു റോസ്മേരി ഫ്ലേവർ എല്ലാത്തിലും ഇത് ഫുഡിലാണ്. പിന്നെ ഇത് എപ്പോഴാണ് ഇത് ഹെയറിൻ്റെ കാര്യത്തിൽ ഇത്ര നന്നായിട്ട് വന്നതെന്ന് എനിക്കറിയില്ല. ഇത് പിന്നെ നമ്മളിപ്പോൾ കൂടുതൽ കേൾക്കുന്നത് പിന്നെ ഇതിൻ്റെ കുറേ ഹെയർ സിറം അല്ലെങ്കിൽ ഹെയർ സ്പ്രേ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ്. ലൈക്ക് എന്താ പറയുക, റോസ്മേരി വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ഒരു ബോട്ടിൽ മുന്നേ റോസ്മേരി വാട്ടർ ഒരു ട്രെൻഡിങ് ആയ, ഓരോ ടൈമിൽ ഓരോന്ന് ട്രെൻഡ് ആവില്ല. അപ്പോൾ ട്രെൻഡിങ് ആയ സമയത്ത് ഞാനും വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് പ്രത്യേകിച്ചുള്ള കാര്യം പറയാമല്ലോ, പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും തോന്നിയില്ല. പിന്നെ അതിൽ വേറൊരു സ്മെല്ലായിരുന്നു എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഒറിജിനൽ സാധനം അത് നോക്കിയപ്പോൾ യാതൊരു ബന്ധമില്ലാത്ത പോലെ തോന്നി. എന്തായാലും എന്തെങ്കിലും ഒരു പ്രിസർവേറ്റീവ്സ് അവർ ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നി, അപ്പോൾ ഞാൻ ഒന്ന് ഗൂഗിളും യൂട്യൂബ് എല്ലാം കൂടെ ഒന്ന് ഓടിച്ച് നോക്കിയപ്പോൾ ഈ സംഭവം നമുക്ക് മേടിച്ചിട്ട് തിളപ്പിച്ചിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ വാട്ടർ മാറ്റി വെച്ചിട്ട് നമുക്ക് റെഫ്രിജറേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കഴിയുന്നതിനനുസരിച്ച് തിളപ്പിച്ച് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പുറത്ത് വയ്ക്കാൻ പറ്റില്ല, ഫ്രിഡ്ജിൽ എപ്പോഴും വെച്ചിട്ട് തണുപ്പിച്ചിട്ട് അത് കേടാവാതെ വെക്കേണ്ടി വരുന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിന് അത്യാവശ്യം നമ്മൾ ഈ റോസ്മേരി വാട്ടർ എന്ന് പറഞ്ഞ് വാങ്ങുന്ന സാധനം അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ കെമിക്കലും അല്ല, അത്യാവശ്യം നല്ല സാധനം കിട്ടുകയും ചെയ്യും. പിന്നെ വേറൊരു കാര്യം, ഇത് ശരിക്കും ഹെയറിന്, ബാക്കി എല്ലാ ഇതിലും ഇത് ശരിക്കും ഹെയറിന് ഹെൽത്തി ആണോ എന്നുള്ളത് നമുക്ക് ശരിക്കും പരീക്ഷിച്ച് തന്നെ അറിയണം. അതായത് ഹെയർ ശരിക്കും ഇത് ചെയ്തിട്ട് വളരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് എന്തായാലും ടോപ്പ് ഹെഡ് കയറിയിട്ടുണ്ട്. ഇവിടുത്തെ വെള്ളത്തിലൊക്കെ കുളിച്ചിട്ട് ഓൾറെഡി ടോപ്പ് ഹെഡ് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ കുറച്ച് റെമഡീസ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഞാനിപ്പോൾ തല എപ്പോഴും നനയ്ക്കത്തില്ല. ഇടയ്ക്കാണ് ഓയിലൊക്കെ തേച്ചിട്ട് ഷാമ്പൂ ചെയ്യുന്നത്. കാരണം ഇവിടെ പിന്നെ അധികം ഡേർട്ട് ആവുന്നില്ല. പിന്നെ ഡാൻഡ്രഫ് വരുമ്പോൾ മാത്രമേ നമ്മൾ ഷാമ്പൂ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കൂട്ടത്തിൽ ഞാനിത് പരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇതൊന്ന് വെള്ളം തിളപ്പിച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ട് പരീക്ഷിക്കുന്നുണ്ട്. ഒരു 2 മാസം 3 മാസം പ്രയോഗിച്ചാലാണ് അതിൻ്റെ എഫക്റ്റ് അറിയുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ തിളപ്പിച്ച വെള്ളം എന്തായാലും ഞാൻ പരീക്ഷിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ റോസ്മേരി ഇനി എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. നല്ലോണം വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഒരു പിടി ഇട്ടാൽ മതി, ഒരു അത്യാവശ്യം കുറച്ച്. അപ്പോൾ അതിട്ട് നന്നായി തിളപ്പിച്ച് ആറിയ ശേഷം അതൊന്ന് ഫിൽറ്റർ ചെയ്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി വയ്ക്കുക. ഈ ഒരു കളറാണ് കേട്ടോ ആക്ച്വലി ഇതിൻ്റെ വരുന്നത്. കണ്ടോ, ഒരു റെഡ് കളർ. പക്ഷെ നമ്മൾ വാങ്ങുന്നതിന് ഈ ഒരു കോഫീൻ്റെ കളറേ അല്ല. അത് എങ്ങനെയാണ് ആ ഒരു വെള്ളത്തിൻ്റെ അതിലെന്തെങ്കിലും ചേർക്കുന്നുണ്ടാവും. എന്തായാലും അത് ഇങ്ങനെ കേടാവാതെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ. പിന്നെ ഇതിനൊരു നല്ല മണമുണ്ട്. പിന്നെ നമ്മൾ വാങ്ങുന്ന റോസ്മേരിക്ക് ഈ ഒരു സ്മെല്ലേ അല്ല കേട്ടോ. ഇതിന് തിളപ്പിക്കുമ്പോൾ തന്നെ മൊത്തത്തിൽ നല്ലൊരു റോസ്മേരിൻ്റെ ആ ഒരു ഫ്ലേവറിൻ്റെ ആ ഒരു സ്മെല്ലായിരിക്കും മൊത്തം. അപ്പോൾ ഞാനിതൊരു ബോട്ടിൽ മൊത്തം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് തിളപ്പിച്ചിട്ട് ഇതുപോലെ തിളപ്പിച്ചാറിയ ശേഷം ഫിൽറ്റർ ചെയ്തെടുത്ത് വയ്ക്കാം. അത് ഫിൽറ്റർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ സ്പ്രേ ചെയ്യുമ്പോൾ അത് ബ്ലോക്ക് ആവാതിരിക്കണമെങ്കിൽ അത് ഫിൽറ്റർ ചെയ്തിട്ട് തന്നെ നിങ്ങളിങ്ങനെ ഒഴിച്ച് വയ്ക്കണം. അപ്പോൾ ഇത് ഞാൻ മുന്നേ യൂസ് ചെയ്ത റോസ്മേരി വാട്ടറിൻ്റെ ബോട്ടിലാട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ഇങ്ങനത്തെ ബോട്ടിലൊക്കെ വാങ്ങാൻ കിട്ടും എന്തായാലും. അപ്പോൾ അതിലൊഴിച്ചു. ഇനി ഞാൻ എൻ്റെ ടോപ്പ് ഹെഡ് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നല്ല രീതിക്ക് ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, മുടി പൊഴിഞ്ഞിട്ടുള്ളതാണ്. നന്നായി എനിക്ക് നെറ്റി കയറിയിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ടാണ്. ഞാനിപ്പോൾ ആക്ച്വലി സെൻറ്റർ പാർട്ടീഷനൊക്കെ ചെയ്തിട്ടൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു 2 മാസം ഞാൻ ട്രൈ ചെയ്യാം. എന്തായാലും 1 മാസത്തെ എൻ്റെ റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന്. പിന്നെ മുടിയല്ലേ, ഇതൊക്കെ കിളിർത്ത് വരാൻ പെട്ടെന്നൊന്നും വരുന്ന സാധനമല്ലല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ ആക്ച്വൽ റോസ്മേരി. അപ്പോൾ എന്തായാലും ഇതിൻ്റെ റിവ്യൂ ഞാൻ അറിയിക്കുന്നതായിരിക്കും. അതായിരിക്കും വീണ്ടും കാണാം. ബൈ.